നൽകിയത്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ജനത്തിന് മുന്നിൽ CPM നാടകം കളിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ആകാശ് തില്ലങ്കേരി മുന്നറിയിപ്പ് നൽകിയപ്പോൾ CPM പോയി കാലുപിടിച്ചു. ആരോപണമുയർന്ന ആരെങ്കിലും പുറത്താക്കാൻ CPM-ന് കഴിയുമോ എന്നും K. സുധാകരൻ ചോദിച്ചു. പുതിയ DGP-യുടെ സേവന കാലാവധി നിശ്ചയിക്കാതെ സർക്കാർ വൈ അനിൽകാന്തിനെ DGP-ആയി നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും സേവന കാലാവധി ഉത്തരവിൽ വ്യക്തമാക്കുന്നില്ല. 2 വർഷം കാലാവധി നൽകണമെന്ന് നിയമ സെക്രട്ടറി ഉപദേശം നൽകിയെങ്കിലും ഇക്കാര്യം പിന്നീട് പരിഗണിക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുമെന്ന് അനിൽകാന്ത് പ്രതികരിച്ചു. I am thankful to our honorable CM for selecting me for this responsibility, and I will try my best to serve the department in my best capability and the society, and I thank you all. Women's security is going to be a priority, as it has always been. It is going to be a priority. സംസ്ഥാന DGP-ആയി അനിൽകാന്ത് വൈകിട്ട് 5 മണിക്ക് ചുമതലയേൽക്കും. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, സേവന കാലാവധി സംബന്ധിച്ച് അത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്രമമെന്ന് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്, ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ കൂടിയാണോ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും അപർണ, ഈ അദ്ദേഹത്തിന്റെ കാലാവധി സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതിയ ചർച്ച അത് തുടങ്ങുന്നത് ഈ 2 വർഷത്തേക്കാകണം DGP-മാരുടെ നിയമനം എന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി 2018 ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് അനിൽകാന്തിനും 2 വർഷത്തെ, അദ്ദേഹം 7 മാസം മാത്രം ഇനി സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹത്തിന് 2 വർഷത്തേക്ക് കൂടെ നീട്ടി നൽകണം എന്നുള്ള, അല്ലെങ്കിൽ നൽകും എന്നുള്ള ഒരു സാധ്യത പറയുന്നു. പക്ഷേ സർക്കാർ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. അതിനപ്പുറത്തേക്ക് ഒരു നീട്ടി നൽകൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശദീകരണം അനൗദ്യോഗികമായെങ്കിലും അവർ പറയുന്നുണ്ട്. നിലവിൽ സർക്കാർ ഈ ഒരു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കാലാവധി സംബന്ധിച്ച് വ്യക്തമാക്കാത്തതെന്ന് എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാൻ DGP-യെ തീരുമാനിച്ചിരുന്നു. അതിൽ കൃത്യമായി 2 വർഷത്തേക്ക് നിയമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 വർഷം എന്ന സുപ്രീം കോടതി വിധി വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ 3 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള ഒരാളെ 2 വർഷം തികയുന്നതിന് മുമ്പ് മാറ്റാൻ ശ്രമിക്കുക, ഇപ്പൊ സെൻകുമാർ വിഷയത്തിലൊക്കെ വന്നതുപോലെ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ ഒരു നടപടിയാണ് ഈ സുപ്രീം കോടതി വിധി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ നടപടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ നിയമപരമായ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതേസമയം നിയമ സെക്രട്ടറി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് 2 വർഷം തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞതായും റിപ്പോർട്ട് നൽകിയതായും വിവരമുണ്ട്. മറ്റൊരു അപർണ സൂചിപ്പിച്ച കാര്യം, വൈകിട്ട് 4:30-ക്കാണ് അദ്ദേഹം DGP ലോക്നാഥ് ബെഹ്റയിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കുക. ഈ ചടങ്ങിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം